സുധാകരൻ അത്ര സത്യസന്ധനാണെന്നോ അത്ര നിഷ്കളങ്കനാണെന്നോ വിശ്വസിക്കാൻ ആർക്കും പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഒരു അനുഭവമുണ്ട്. 2015 കാലഘട്ടത്തിലുള്ള ഒരനുഭവം. യാത്രയൊരു പകുതി വഴിയൊക്കെ എത്തിയപ്പോഴേക്കും ആലപ്പുഴ കളക്ടറുടെ ഒരു ഫോൺ കോൾ വരുന്നു. ഇങ്ങനെ ഈ മീറ്റിങ്ങില് ഡോക്ടർ മേരി ജോർജ് സംസാരിക്കാൻ ചെല്ലുന്ന പക്ഷം അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ജി സുധാകരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ജി സുധാകരൻ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അവിടെ ചെല്ലുന്നത് രാഷ്ട്രീയം പ്രസംഗിക്കാൻ, കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയം പ്രസംഗിക്കാനാണ് ചെല്ലുന്നത്. കാരണം അധികം താമസിയാതെ ഇലക്ഷൻ വരികയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സഖാക്കളുമായി വന്ന് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്ന് സുധാകരൻ വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അരേ ദുരാചാര നൃശംസ ഹംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് നേരെ മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ ഒത്തില്ല. എനിക്ക് ഈ ആലപ്പുഴക്കാരനോട്, ഈ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഈ സഖാവിനോട് പുച്ഛമല്ലാതെ ഒരു ബഹുമാനവുമില്ല. കമ്മ്യൂണിസവുമായി അനൈക്യത്തിൻ്റെ പാതയിലൂടെ ജി സുധാകരൻ മുന്നേറുകയാണല്ലോ. ഇന്നലത്തെ പത്രസമ്മേളനം അത് രസകരമായ ഒരനുഭവമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു ചെറിയ പുസ്തകമാണ്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അത് എന്നാണ് പബ്ലിഷ് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. അത് ഞാനങ്ങ് പറഞ്ഞേക്കാം. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം മൂലധനം അഥവാ ദാസ് ക്യാപിറ്റലിനെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ഈ ദാസ് ക്യാപിറ്റൽ അതിൻ്റെ 3 വാല്യൂംസ് ഇപ്പോൾ പലരും പറയുന്നു 4ാമതൊരു വാല്യൂം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ആദ്യമായിട്ട് അതിന് 3 വാല്യൂംസാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. ആ 3 വാല്യൂംസും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദാസ് ക്യാപിറ്റൽ അതിൻ്റെ മലയാളം തർജ്ജമയാണ് മൂലധനം. അദ്ദേഹം വായിച്ചത് ദാസ് ക്യാപിറ്റൽ ആണോ മൂലധനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവിടെ വ്യക്തമായിട്ട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം വായിച്ചത് മൂലധനമാണെങ്കിലും ദാസ് ക്യാപിറ്റൽ ആണെങ്കിലും വായിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല എന്ന ഒരാശയം അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിയാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ വായിച്ചാൽ മനസ്സിലാകും. പക്ഷെ അതിൻ്റെ മലയാളം പരിഭാഷ വായിച്ചാൽ ഒട്ടും മനസ്സിലാവുകയില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ വാല്യം 1 എൻ്റെ കയ്യിലിരിക്കുന്നത്. ദാസ് ക്യാപിറ്റലിൻ്റെ 1ാം വാല്യം, അതായത് മൂലധനം എന്ന പേരിൽ. ഇത് ആരൊക്കെയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്നറിയണ്ടേ? EMS നമ്പൂതിരിപ്പാട്, NE ബൽറാം, C ഉണ്ണിരാജ, MA ഉമ്മൻ, K ദാമോദരൻ, KT സക്കറിയസ്, KC ജോർജ്, പവനൻ, V അരവിന്ദാക്ഷൻ, വെളിയം ഭാർഗവൻ, K രാമചന്ദ്രൻ നായർ, തിരുനെല്ലൂർ കരുണാകരൻ, K വിജയരാഘവൻ, KJ മാത്യു തരകൻ, P നാരായണൻ നായർ, TKG നായർ, PT ഭാസ്കര പണിക്കർ, ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി, CP ശ്രീധരൻ, തായാട്ട് ശങ്കരൻ, MR ചന്ദ്രശേഖരൻ. ഒരുപക്ഷെ ഇവരൊക്കെ വലിയ ഒരു മഹനീയ കൃത്യം ചെയ്ത സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചവരാകാം. ഇവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലും അതേ വികാരം തന്നെയാകാം ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിൻ്റെ ഭാഷ മാറ്റം, അതായത് തർജ്ജമ മാത്രമായിരിക്കത്തില്ല. ഒരുപക്ഷെ ഇതിൻ്റെ ഒറിജിനലും, അതായത് ദാസ് ക്യാപിറ്റലും ഇംഗ്ലീഷിൽ തന്നെ വായിച്ചാലും വളരെ ഈസി ആയിട്ട് മനസ്സിലാകാവുന്ന ഒരു കാര്യമായിരിക്കില്ല. ഏതായാലും അത് ഇതിലേക്ക് ഈ തർജ്ജമ ഞാൻ വായിച്ചപ്പോൾ എനിക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെന്ന് മാത്രവുമല്ല, ദാസ് ക്യാപിറ്റലിൻ്റെ ഇംഗ്ലീഷ് വായിക്കുന്ന അത്ര മനസ്സിലായില്ല മലയാളം വായിച്ചപ്പോൾ മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് വാശിയോടെ ദാസ് ക്യാപിറ്റൽ ഇംഗ്ലീഷ് വായിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ 3 വാല്യൂംസും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ അൽമാരിയിൽ ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ദാസ് ക്യാപിറ്റലിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞു, ജി സുധാകരൻ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പരാമർശിച്ചതാണ്. ഒന്നും മനസ്സിലാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഓക്കെ, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ തർജ്ജമ നമുക്കറിയാവുന്ന വലിയ ആളുകളൊക്കെ തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഭാഷ, അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എനിക്ക് തോന്നുന്നു ഈ തർജ്ജമക്കാർക്ക് തന്നെ അത് കൃത്യമായിട്ട് ആശയങ്ങൾ പിടികിട്ടി കാണില്ല. ആശയങ്ങൾ പിടികിട്ടിയിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് തർജ്ജമ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം മാർക്സ് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അതേപടി അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാകണം അത്ര കടുകട്ടിയായിട്ട് അത് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു വാങ്ങുന്ന ലൈബ്രറികളിലൊക്കെ ഈ ദാസ് ക്യാപിറ്റൽ മൂലധനം അതുപോലെ തന്നെ ഇരിക്കുക. അതിൻ്റെ തർജ്ജമ വാങ്ങിയാൽ അതുപോലെ തന്നെ ഇരിക്കും. ദാസ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് കുറച്ചെങ്കിലും വായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്കത് വിടാം. നമ്മളിപ്പോൾ ജി സുധാകരൻ്റെ ആ പത്രവാർത്ത ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അദ്ദേഹം എന്താണ് ഇപ്പോൾ ഇങ്ങനെ കോപാകലുഷിതനായി പാർട്ടിയോട് പരിഭവിച്ച് പാർട്ടി വിടുന്നില്ല, പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് പാർട്ടിയെ എതിർക്കുക എന്ന ആ രീതി പിന്തുടരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, അദ്ദേഹം രാഷ്ട്രീയ പ്രവേശം ചെയ്ത കാലം മുതൽ ജീവൻ കൊടുത്തും എന്ന് പറഞ്ഞാൽ അത്രയധികം സ്നേഹത്തോടുകൂടി സമർപ്പണത്തോടുകൂടി പാർട്ടിയെ സ്നേഹിച്ചു, സേവിച്ചു. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് വീണു. അങ്ങനെ, അതായത് ഉദാഹരണത്തിന് എമർജൻസി 1975 എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്തൊക്കെ എമർജൻസിക്കെതിരെ പ്രതികരിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴിതാ പെട്ടെന്ന് പാർട്ടി വിരുദ്ധനായി, അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് തൻ്റെ ശബ്ദം എതിരായിട്ട് ചലിപ്പിക്കുന്നു, പാർട്ടിക്കകത്തെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇദ്ദേഹം തെറ്റുകൾക്ക് അതീതനാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാ അതീതനാണ് എന്ന് സ്വയം പുകഴ്ത്താൻ പറ്റുക? കാരണം ഏത് പാർട്ടിയിൽപ്പെട്ടവനും ആകട്ടെ, ആ പാർട്ടിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ പാർട്ടിയുടെ തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ? എന്താണ് മാർക്സ് പഠിപ്പിച്ചത്? എപ്പോഴാണ് മാർക്സ് പഠിപ്പിച്ചത്? മാർക്സിയൻ തിയറി, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 എഴുതിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം അതിൻ്റെ പരമോന്നതിയിൽ എത്തിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് അതായത് മാക്സിമം തൊഴിൽ ചെയ്യുക, മിനിമം കൂലി കൊടുക്കുക. അതായിരുന്നു അന്നത്തെ പ്രമാണം. അതിനാണ് അയൺ ലോ ഓഫ് വേജസ്, അതായത് വേതനത്തിൻ്റെ ഇരുമ്പ് നയം, അതായിരുന്നു അന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ വേതനത്തിൻ്റെ ഇരുമ്പ് നയം എന്ന് പറയുമ്പോൾ അന്നത്തെ തൊഴിലാളിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് മാർക്സ് പറഞ്ഞിട്ടുള്ളത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചു കുട്ടികളെ കൊണ്ടാണ് ഒരു വ്യവസായ മേഖലയിൽ ഇങ്ങനെ ചക്രം തിരിക്കാനുള്ള ജോലി ഏൽപ്പിക്കുക. അങ്ങനെ ചക്രം തിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾ ഉറക്കം തൂങ്ങി ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം അതൊന്നുമില്ല, വിദ്യാഭ്യാസമൊക്കെ നിഷേധിക്കപ്പെട്ടവരാണ് ഈ പാവപ്പെട്ടവർ. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോർമാൻ അടിക്കുന്നു, ചാട്ടവാറ് കൊണ്ടടിക്കുന്നു കുഞ്ഞു തൊഴിലാളികളെ. അതുപോലെ തന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടും ചിലപ്പോഴൊക്കെ അവർ ഉറങ്ങി ആ മെഷീനിലേക്ക് വീഴുകയും ഛന്നഭിന്നമാവുകയും ചെയ്യുന്ന കാലം. ഗർഭിണിയായ സ്ത്രീകൾ പോലും 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട കാലം. പുരുഷന്മാർ 22 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട കാലം. ഇരുട്ടറകളിലാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അവിടെ വേണ്ടത്ര വെന്റിലേഷനോ പ്രകാശമോ ഒന്നും തന്നെ കാണില്ല. അത്തരമൊരു ദുരവസ്ഥയിലാണ് മാർക്സ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതേണ്ടി വന്നത്? ജർമ്മൻകാരനായ മാർക്സ് ഗ്രേറ്റ് ബ്രിട്ടനിൽ, അതായത് UK ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയാണ് അന്ന് ലോകത്തിലെ 1ാമത്തെ ലൈബ്രറി.
ഇന്ന് ഒന്നാമത്തെ ലൈബ്രറി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ്. പക്ഷെ രണ്ടാമത്തെ ലൈബ്രറി ഇപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി തന്നെ. അപ്പൊ ഈ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ വായിക്കാനും പഠിക്കാനുമായിട്ട് വന്നതായിരുന്നു മാർക്സ്. ആ മാർക്സ് ആണ് ജർമ്മൻകാരനായ കാൾ മാർക്സ്. ആ മാർക്സ് ഇത്ര ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങളെ കണ്ട് കണ്ണീരോടെ ഹൃദയമിടിപ്പോടെ തൻ്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നതിന് മുൻപ് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നു. 1860 തൊട്ടാണ് മൂലധനം അഥവാ ദാസ് ക്യാപിറ്റലിന്റെ എഴുത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അത് 3 വാല്യൂംസും ഏത് വർഷങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വെബ്സൈറ്റ് നോക്കി കാണുക കേട്ടോ. അപ്പം അങ്ങനെ ഈ ദാസ് ക്യാപിറ്റലും ഒക്കെ എഴുതി കഴിഞ്ഞ അങ്ങനെയാണ് ജർമ്മൻകാരനായ മാർക്സ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ന്യായപ്രമാണം? ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായപ്രമാണം? സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായപ്രമാണം. ഇത് ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്, തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ ആഗോള തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് നമുക്കറിയാം. അതിനുശേഷം അന്ന് വരെ ഉണ്ടായിരുന്ന തൊഴിലാളി ജീവിതമല്ല തുടർന്ന് ഇങ്ങോട്ടുള്ള തൊഴിലാളി ജീവിതം. തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി തെളിച്ച ഒരു മഹാദീപമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ മാർക്സിൽ നിന്ന് പുറപ്പെട്ട എല്ലാ കാര്യങ്ങളും. അങ്ങനെ അപ്പൊ അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഈ ബോൾഷെവിക് റവല്യൂഷൻ മാർക്സ് ഈ ദാസ് ക്യാപിറ്റലൊക്കെ എഴുതിയതിന് ശേഷമാണ് 1917 ബോൾഷെവിക് റവല്യൂഷൻ ഉണ്ടാകുന്നത്. ഈ ബോൾഷെവിക് റവല്യൂഷൻ ഉണ്ടാകുന്നതോടുകൂടി ലോകത്താകെ ഒരു ഭയം വിതയ്ക്കപ്പെട്ടു. എങ്ങനെയാണ് ഒരു ഭയം വിതയ്ക്കപ്പെട്ടത്? ഈ ബോൾഷെവിക് റവല്യൂഷന്റെ അലയൊലികൾ, ബോൾഷെവിക് റവല്യൂഷൻ വരിക മാത്രമല്ല, സാർ ചക്രവർത്തിമാരെ എല്ലാം ഹത്യ ചെയ്യുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായി. അപ്പൊ ഇത് ലോകത്ത് മുഴുവനും രാജഭരണം നിലനിൽക്കുന്നിടത്തോ ഏത് തരം ഭരണം നിലനിൽക്കുന്നിടത്തും ഒരു ഭയമുണ്ടായി. തൊഴിലാളികൾക്ക് വേണ്ടത്ര നീതി കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ തൊഴിലാളികൾ സംഘടിക്കുമെന്നും അങ്ങനെ അശാന്തി പടരുമെന്നും അത് ലോകത്ത് മുഴുവനും തൊഴിലാളി ജീവിതത്തിൽ വലിയ ആശ്വാസം പകർന്ന അതിന് 1900 ബോൾഷെവിക് റവല്യൂഷന് ശേഷമാണ് 1919 ലോക തൊഴിലാളി സംഘടന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് 1919. അതായത് ഈ ബോൾഷെവിക് റവല്യൂഷൻ കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അതിനും ശേഷം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ തുടങ്ങുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അനുരണനങ്ങളാണ് ലോകത്ത് മുഴുവനും ചുറ്റിക്കറങ്ങി തൊഴിലാളികളുടെ സംരക്ഷണം കയ്യിലെടുത്ത് ഒരു പ്രകാശം ചുരത്തി കറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പ്രകാശം ചുരത്തി കറങ്ങിക്കൊണ്ടിരുന്ന ആ മുദ്രാവാക്യം സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. അപ്പൊ അതിൻ്റെ അലയൊലി കേരളത്തിലേക്ക് കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച സുധാകരൻ്റെ പ്രസ് മീറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ സുധാകരൻ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പിണങ്ങിയിരിക്കുന്നത്? അദ്ദേഹത്തിന് 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ഇലക്ഷനിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു, പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടതുപോലെയായി. അപ്പോൾ എന്തിനാണ് പാർട്ടി അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട്, സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പിണങ്ങി പോകുന്നു എന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. അപ്പോൾ അത് കുറ്റപ്പെടുത്തലാണോ? ഈ പാർട്ടിക്ക് വേണ്ടി കാൾ മാർക്സ് ചെയ്തത് പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ കാംക്ഷിച്ച് നേതാക്കന്മാരായി വരണം നിങ്ങൾ ഓരോരുത്തരും എന്നാണോ മാർക്സ് പറഞ്ഞിരിക്കുന്നത്? മാർക്സ് പറഞ്ഞിരിക്കുന്നത് അതൊന്നുമല്ല. തൊഴിലാളികൾക്ക് വേണ്ടി സമരങ്ങളിൽ പങ്കെടുക്കുക, അവർക്ക് വേണ്ടി വാഗ്വാദങ്ങൾ നടത്തുക, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി
ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറാകുക, വേണ്ടി വന്നാൽ ജീവൻ പോലും വിലയർപ്പിക്കുക. അതാണ് മാർക്സ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മാർക്സിയൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷന് അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. ഈ പ്രാവശ്യവും അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ എന്ന് സംശയമാണ്. അപ്പോൾ 2016 മുതൽ 21 വരെയുള്ള കാലത്തിൽ 2ാം തവണയാണ് അദ്ദേഹം മന്ത്രി പദവിയിൽ എത്തുന്നത്. ഇപ്പോൾ 75 വയസ്സുകാരൻ എന്ന് തോന്നുന്നു. 75 വയസ്സുകാരൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആരും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് ഒറ്റയ്ക്ക് നിന്ന്, പാർട്ടിക്കകത്ത് തന്നെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും എന്ന് പറയുന്ന ആ തലത്തിലേക്ക് അദ്ദേഹം രോഷാകുലനായി മാറിയിരിക്കുന്നു, സംസാരിക്കുന്നു. അതാണ് എന്നെ സ്തബ്ധയാക്കിയത്. അപ്പൊ ഇതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങളും കൂടി ചോർന്ന് കിട്ടി. ആ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിക്കാൻ ഇടവന്നതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏത് തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു, എനിക്ക് വേണ്ടി ഒന്നും നേടിയിട്ടില്ല, ഞാൻ ഒരു തരത്തിലും സ്വാർത്ഥ താല്പര്യങ്ങളെ വേണ്ടി നിലകൊണ്ടിട്ടില്ല, എനിക്കായിട്ടൊന്നും നേടിയിട്ടില്ല, എൻ്റെ കുടുംബത്തിനായിട്ടൊന്നും നേടിയിട്ടില്ല, എൻ്റെ ബന്ധുമിത്രാദികൾക്കായിട്ടൊന്നും നേടിയിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. അതായത് PSC വഴി നൽകുന്ന തൊഴിലല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പാർട്ടിയുടെ പാനലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പോലും എൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം ആ തരത്തിൽ ഒരു തരത്തിലും ഉദരപൂരിതനായിട്ടല്ല പ്രവർത്തിച്ചത്, ജനസേവനമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു സത്യം പൊള്ളയായ വ്യക്തമായ ഒരു സത്യം എന്താണത്? ആയിരക്കണക്കിന് പേർക്ക് സുധാകരൻ ജോലി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഓരോ മന്ത്രിയും ഇതുപോലെ അവനവനാകുന്നത്ര പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് സുധാകരന്റെ തന്നെ 2ാമത്തെ മന്ത്രി സ്ഥാനമായിരുന്നു 2016-21 മന്ത്രിസഭയിൽ. അതിനു മുൻപും അദ്ദേഹം ഭരണത്തിൽ വന്നിട്ടുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ഈ പ്രക്രിയ തുടർന്നിട്ടുണ്ട് എന്ന് വേണമല്ലോ നമുക്ക് ഊഹിക്കാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ 2021 വന്ന 2ാം പിണറായി ഗവൺമെന്റ് ഒരു ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും ആ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു പുറംവാതിൽ നിയമനം. നമുക്കറിയാം, ലക്ഷക്കണക്കിന് പുറംവാതിൽ നിയമനം നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ 1, പിണറായി വിജയൻ 2. എന്നിട്ട് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ, ഇവർ തന്നെ അപ്പോയിന്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ഇതിനെതിരെ ശബ്ദിച്ചു പക്ഷെ ആ ഡേറ്റ പുറത്തുവിടാതിരുന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആ ഇൻഫർമേഷൻ പുറത്തു വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ആ പിൻവാതിൽ നിയമനത്തിന്റെ വാതിൽ അടയ്ക്കുക എന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം കൃത്യമാണ്, സുധാകരന് വേണ്ടി സുധാകരൻ ചെയ്തില്ലെന്ന് പറയുന്നു. പക്ഷെ സുധാകരൻ പാർട്ടിക്കാർക്ക് വേണ്ടി ഇതുപോലെയുള്ള അക്രമങ്ങളും അഴിമതികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓർക്കണം, നമ്മൾ PSCയെ, പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാ വകുപ്പുകളിലും തിരികെ കയറ്റുക. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? PSC വഴിയാണ് വരുന്നത് എങ്കിൽ അവരെല്ലാം മിടുക്കരായിരിക്കും. കാരണം PSC ടെസ്റ്റ്, ഇന്റർവ്യൂ ഇതെല്ലാം പാസ്സായി വേണം വരാനായിട്ട്. അതേ സമയത്ത് പുറം വാതിലിലൂടെ കടന്നു വരുന്നവർ ഈ ടെസ്റ്റുകളൊന്നും പാസ്സാകുന്നില്ല. അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ പോലും, അതായത് നേരത്തെ ഞാൻ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ താഴെ തട്ടിലുള്ള ജോലികൾക്ക് SSLC പോലും പാസ്സാകേണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പാർട്ടിക്കാർ നടത്തുന്ന ശ്രമങ്ങളാണ്. ഓവർസിയറുടെ തസ്തികയിലേക്കൊക്കെ 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവരെ എടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ തിരികെ കയറ്റുന്നതിൻ്റെ തിക്തഫലമാണ് നമ്മുടെ ഓരോ ഇലക്ട്രിസിറ്റി ബോർഡാകട്ടെ, ഓരോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും, ഓരോ ഗവൺമെന്റ് ഓഫീസും ഇങ്ങനെ തിരികെ കയറ്റലുകാരുടെ സ്ഥാനമായി മാറുകയും അങ്ങനെ അതിൻ്റെ എഫിഷ്യൻസി ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കഴിവുള്ളവർ വരേണ്ട സമയത്ത് യാതൊരു ടെസ്റ്റും യാതൊരു കഴിവും ഇല്ലാത്തവർ ടെസ്റ്റൊന്നും പാസ്സാകാതെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാര്യക്ഷമത
താഴേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂവിൽ നിന്നാണ് അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകളുണ്ട്. പത്രക്കാരൊക്കെ അത് ഡിജിറ്റലായിട്ട് പിടിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിലൊക്കെ അത് കൃത്യമായിട്ട് ആ വാക്കുകൾ തന്നെ കാണും. എൻ്റെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പല വട്ടം. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ, കോളേജ് അധ്യാപികയായ ഭാര്യയെ തന്നെ ഒരു ഉന്നത പദവിയിൽ അപ്പോയിന്റ് ചെയ്തു. അത് ചർച്ചാ വിഷയമായി. അങ്ങനെ ചർച്ചാ വിഷയമായതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ആ കാര്യം എനിക്ക് കൃത്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ അറിഞ്ഞുകൂടാ. എൻ്റെ അറിവ് അവർ ആ തസ്തികയിൽ തന്നെ തുടർന്നു ആ കാലാവധി തീരുന്നത് വരെ എന്നാണ്. പക്ഷെ ഞാനത് വാദിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ചെയ്തു, അദ്ദേഹം അത് മറന്നുപോയി എന്ന് മാത്രം. ഇങ്ങനെയുള്ള സുധാകരനെയാണ് VS അച്യുതാനന്ദൻ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം മത്സരിച്ച ആളാണ് എന്ന് പാർട്ടിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ ആദരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്, അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ളവർ അദ്ദേഹത്തെ ആദരിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പാർട്ടിയിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയൻ തന്നെ 3ാം പ്രാവശ്യവും മുഖ്യമന്ത്രിയായി വരണമെന്ന്. അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതായത് മറ്റു പാർട്ടികൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസ് അടക്കം എന്ന് ധ്വനിപ്പിക്കുമ്പോൾ തന്നെ പിണറായി ജയിക്കണം, താൻ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും, താൻ ആരുടെയും കൂടെ ചേർന്നിട്ടില്ല മത്സരിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് അവിടെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ? പിണറായി ഭരണത്തിൽ വരികയാണ് എങ്കിൽ, സുധാകരൻ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു നിൽക്കുന്നു എങ്കിൽ വരൂ മന്ത്രിസ്ഥാനം തരാം എന്ന് പറഞ്ഞു ക്ഷണിച്ചാൽ അങ്ങോട്ട് പോകും. ഇനി പിണറായി വിജയന്റെ പാർട്ടി പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, മറ്റൊരു പാർട്ടി, ജയിച്ച പാർട്ടി, ആ പാർട്ടി അദ്ദേഹത്തെ വിളിച്ചാൽ മന്ത്രിപദം ഓഫർ ചെയ്താൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ പാർട്ടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഊഞ്ഞാലിൽ കളിക്കുന്നവനെ പോലെ അവിടെയില്ല ഇവിടെയില്ല എന്ന രീതിയിൽ നിൽക്കുന്നത്. പാർട്ടി വിട്ടില്ല എന്നിട്ടോ, പാർട്ടി വിട്ടില്ല എന്ന് പറയുന്ന ആൾ തന്നെ പാർട്ടിയുടെ സഹായമില്ലാതെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്വതന്ത്രൻ എന്ന പദവിയിൽ, അതായത് ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടിക്കൊണ്ടിരിക്കുക. പിണറായി 3 വന്നാൽ അങ്ങോട്ട്, അതല്ല പിണറായി 3 തോറ്റുപോയാലോ, പിണറായി 3 വന്നില്ലെങ്കിലോ ഇങ്ങോട്ട്, ജയിച്ച കോൺഗ്രസിന്റെ ഭാഗത്ത്. ആ ഇംഗിതമായിരിക്കാം സുധാകരൻ കാത്തു സൂക്ഷിക്കുന്നത്. സുധാകരൻ അത്ര സത്യസന്ധനാണെന്നോ അത്ര നിഷ്കളങ്കനാണെന്നോ വിശ്വസിക്കാൻ ആർക്കും പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് എൻ്റെ ഒരു അനുഭവമുണ്ട്, 2015 കാലഘട്ടത്തിലുള്ള ഒരനുഭവം. അത് ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 2014-15 കാലഘട്ടത്തിൽ ഒരു ദേശീയ വനിതാ അസോസിയേഷന്റെ ഒരു കോമ്പറ്റീഷന്റെ സമ്മാനദാന ചടങ്ങ് അത് ആലപ്പുഴയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു. ആലപ്പുഴയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുമ്പോൾ നാഷണൽ സേവിങ്സ് വകുപ്പാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പം ഗവൺമെന്റിന്റെ നാഷണൽ സേവിങ്സ് വകുപ്പിലെ അധ്യക്ഷയായിരുന്ന വനിതയോട് ഫിനാൻസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന KM ഏബ്രഹാം സാറാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. ആ മീറ്റിങ്ങിന് ഒരു പ്രസംഗകയായിട്ട് എന്നെ വിളിച്ചാൽ കൊള്ളാമായിരിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ അവരെന്നെ ക്ഷണിക്കുന്നു, ഞാൻ പോകാമെന്ന് സമ്മതിക്കുന്നു. അത് ഒരു വനിതാ സമ്മേളനമാണല്ലോ, അങ്ങനെ പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ ദിവസം വരുന്നു. ഞാൻ ആ സമ്മേളനത്തിന് വേണ്ടി അധ്യക്ഷയുടെ കൂടെ, വകുപ്പ് അധ്യക്ഷയോടൊപ്പം ഗവൺമെന്റിന്റെ തന്നെ കാറിൽ ആലപ്പുഴയിലേക്ക് യാത്ര തുടങ്ങുന്നു. ഒരു പകുതി വഴിയൊക്കെ എത്തിയപ്പോഴേക്കും ആലപ്പുഴ കളക്ടറുടെ ഒരു ഫോൺ കോൾ വരുന്നു. ഇങ്ങനെ ഈ മീറ്റിങ്ങില് ഡോക്ടർ മേരി ജോർജ് സംസാരിക്കാൻ ചെല്ലുന്ന പക്ഷം അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് G. സുധാകരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ ഇത്. അപ്പോൾ G. സുധാകരൻ MLA അല്ല, ഭരണത്തിലുമില്ല. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് G. സുധാകരൻ അങ്ങനെ പറയുന്നത്, പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അത് ഞാൻ അവിടെ ചെല്ലുന്നത് രാഷ്ട്രീയം പ്രസംഗിക്കാൻ, കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയം പ്രസംഗിക്കാനാണ് ചെല്ലുന്നത്. കാരണം അധികം താമസിയാതെ ഇലക്ഷൻ വരികയാണല്ലോ.
അപ്പോൾ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ മീറ്റിങ്ങിന് ചെല്ലുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ സഖാക്കളുമായി വന്ന് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്ന് സുധാകരൻ വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. മാഡം അത് കാരണം പ്ലീസ് ഗോ ബാക്ക് എന്നാണ് എന്നോട് കളക്ടർ സംസാരിച്ചത്. ഒരു വനിതാ കളക്ടറാണ്, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ആലപ്പുഴക്കാരനായ ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിച്ചു. ഡോക്ടർ തോമസ് ഐസക്കിനെ എനിക്ക് 1970-കൾ തൊട്ടേ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മേധാശക്തിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു തരത്തിലും കറപ്റ്റായിട്ടുള്ള ഒരു മനുഷ്യനല്ല. വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം വളരെ മേധാശക്തി ഉള്ളവനാണ്, അറിവുള്ളവനാണ്, കറപ്റ്റുമല്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഇടപെടാമെന്ന് വെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ജി സുധാകരനും ഡോക്ടർ ഐസക്കും തമ്മിൽ, അതായത് ഐസക്കിനോട് പിന്നെ ജി സുധാകരന് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ലെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിവരയിടുന്നത് പോലെയാണ് ഡോക്ടർ ഐസക്ക് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാൻ പറ്റില്ല. മേരി ജോർജിൻ്റെ തീരുമാനപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അധ്യക്ഷയുമായി സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഏകദേശം ആലപ്പുഴ എത്താറായപ്പോൾ വീണ്ടും കളക്ടർ വിളിച്ചു. മാഡം പ്ലീസ്, അങ്ങനെ ഒരു കാരണവശാലും മീറ്റിങ്ങിൽ എത്തരുത്. അവർ രണ്ടും കൽപ്പിച്ചാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആകണം എന്ന് പറയുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അവിടെ എത്തി. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലെത്തി, ആലപ്പുഴ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ജി സുധാകരനെ എൻ്റെ മുൻപിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് ഓടുകയൊന്നുമല്ല. ഞാൻ വിചാരിച്ചു, ഞാനൊരു അധ്യാപികയായിരുന്നു, അതും ഈ സഖാക്കളെ കണ്ടാലൊന്നും ഞാൻ പേടിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം എൻ്റെ അവസാനത്തെ 18 വർഷം ഞാൻ വർക്ക് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ സഖാക്കളുടെ എല്ലാ കർമ്മപരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും പേടിച്ചോടിയിട്ടില്ല എന്ന് മാത്രവുമല്ല, ഞാൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് നടന്ന ഒരു സംഭവം കൂടി ഓർക്കേണ്ടതാണ്. ഈ സഖാക്കളുമായിട്ടുള്ള ഒരു യുദ്ധം നടത്തിയത്. അതായത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന MA ക്ലാസ്സിൽ നിന്ന് സഖാക്കൾ ഒരു കുട്ടിയെ വന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് സഖാക്കളാണെന്ന് എനിക്കെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന കുട്ടി വേണം, MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി അവരന്വേഷിച്ചു വന്ന കുട്ടി ഒരു മീഡിയയുടെ ചെയർമാനാണ്, ഇപ്പോൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അന്വേഷിച്ച് വന്ന കുട്ടി അന്ന് ക്ലാസ്സിലില്ല. അയാളുടെ കൂട്ടുകാരനെ വേണമെന്ന് പറഞ്ഞു. വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ? ഞാൻ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുകയോ ചെയ്യും, ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ ടീച്ചറെ, വളരെ അത്യാവശ്യമായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുകയാണ്, കണ്ടിട്ട് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വല്ലോ രോഗമോ മരണമോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച്, എങ്കിൽ ശരി പോയിട്ട് വരാൻ പറഞ്ഞ് കുട്ടിയെ വിടുന്നു. ഒരു 20-25 മിനിറ്റ് ആയിട്ടും ഈ കുട്ടിയെ തിരിച്ചു കാണുന്നില്ല. അപ്പോൾ മറ്റു കുട്ടികൾ, ആ ക്ലാസ്സിലെ 25 കുട്ടികളുള്ളതിൽ ഒരാളെയാണ് ഇവർ അന്വേഷിച്ച് വന്ന്, അയാൾ വന്നിട്ടില്ല. രണ്ടാമത്തെ ആളാണ് ഇയാൾ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 23 കുട്ടികളുമുണ്ട്. ഈ കുട്ടികളുടെ ഒക്കെ മുഖത്ത് വലിയ പരിഭ്രമം. ആ പരിഭ്രമം കണ്ടിട്ട് ഞാൻ, എന്താ നിങ്ങളൊക്കെ പരിഭ്രമിക്കുന്നത്, നമ്മുടെ കുട്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ടീച്ചറെ, യൂണിയൻകാരെ കൊണ്ടുപോയിരിക്കണേ, വാർ റൂമിലേക്കാണ് കൊണ്ടുപോയിരിക്കണേ. അപ്പം നിങ്ങൾ എന്തായിരുന്നു അപ്പോഴെന്നോടത് പറയാതിരുന്നത്? എനിക്കിങ്ങനെ യൂണിയൻകാരാണെന്ന് മനസ്സിലായില്ല, വാർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളും അന്നേരം അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, ഇത്രയും താമസിക്കുന്നത് കൊണ്ടാണ് അത് ഗൗരവമായിട്ട് എടുത്തത് എന്ന് പറഞ്ഞ് ആ കുട്ടികൾ പാനിക്കായി. ഞാൻ ഉടനെ പറഞ്ഞു, വരൂ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ആ 23 കുട്ടികളും ഞാനും കൂടി യൂണിയൻ റൂമിലേക്ക്, വാർ റൂം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുപോയ കുട്ടി കിലകില വിറച്ച്, അവന് സംസാരം പുറത്തേക്ക് വരുന്നില്ല. ആ തരത്തിൽ ഒരു കസേരയിൽ ഇരിക്കുകയല്ല, ഒരു കസേരയുടെ അടുത്ത് കസേരയെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ വളരെ ഉച്ചത്തിൽ, ഞാൻ പോലീസിനെ വിളിക്കണോ പ്രിൻസിപ്പലിനെ വിളിക്കണോ, എന്താ വേണ്ടത്
എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ, ഒന്നും വേണ്ട ടീച്ചറെ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അവർ വിനയാന്വിതരാകുന്നു സഖാക്കൾ. എന്തായാലും ഉടനെ കുട്ടിയെ വിട് എന്ന് പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അയ്യോ ടീച്ചറെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഇവനൊന്നും മിണ്ടുന്നില്ല. ഇവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന് മാനസികാഘാതമുണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും അവനെ കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയില്ല. അങ്ങനെ തോന്നിയില്ല. എന്തായാലും അവനെ വിളിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. അത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അടുത്ത തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആർട്സ് കോളേജ് മീൻചന്ത, കോഴിക്കോട്. അപ്പോൾ സഖാക്കളോട് പെരുമാറിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് സഖാക്കളോട് തോറ്റുകൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ ഈ ജി സുധാകരൻ്റെ ഈ വെല്ലുവിളി കേട്ടപ്പോഴും ഞാൻ ആ കഥ ഓർത്തു. ആ കഥ ഓർത്തിട്ടും എനിക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ കരുതി ഇത് ഒരു പൊതു ജന പരിപാടിയാണ്, വനിതകൾ മാത്രമാണ് ഇവിടെ അധികവും കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രശ്നം സൃഷ്ടിക്കാൻ ഈ സഖാക്കൾ വന്ന് ഇൻകുലാബ് സിന്ദാബും ഒക്കെ വിളിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക ഒക്കെ ആണെങ്കിൽ അതിന് ഞാനൊരു മുഖാന്തരമാകുന്നത് ഒരിക്കലും ശരിയല്ല. ഞാനൊരു അധ്യാപികയാണ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ കർശന നിലപാടുകൾ എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കേണ്ടവളാണ് എന്ന ധാരണയോടുകൂടി ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഇരുന്നു. ഞാൻ അധ്യക്ഷയോട് പറഞ്ഞു, നിങ്ങൾ പോയി മീറ്റിംഗ് ഒക്കെ നടത്തി വരിക, എൻ്റെ അവസ്ഥ ഇതാണ് എന്നുള്ളത് സദസ്സിൽ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞു. അവരങ്ങനെ അവിടെ പോയി. അങ്ങനെ ഞാൻ അവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ഇതാണ് യഥാർത്ഥ ജി സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നിയത് എന്നറിയാമോ? എൻ്റെ മനസ്സിൽ തോന്നിയത്, അരേ ദുരാചാര നൃശംസ ഹംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് നേരെ മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ ഒത്തില്ല. അദ്ദേഹം ആ ഗസ്റ്റ് ഹൗസ്, ഒരുപക്ഷെ ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നിരുന്നെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ പറ്റിയേനെ. അപ്പോൾ ഞാൻ ഇതേ കവിത തന്നെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തേനെ. കവിതയായിട്ടല്ല, ആക്രോശമായിട്ട് തിരിച്ചു പറയുകയും ചെയ്തേനെ. ഇതാണ് ജി സുധാകരനെ, ഞാൻ അറിയുന്ന ജി സുധാകരൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾ സത്യസന്ധനായിരിക്കും. അയാൾ ആർക്കെങ്കിലും വേണ്ടി ഒരു പ്രയോജനവും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്ത് തൊഴിലാളികളെ സംരക്ഷിക്കുന്നവനാണ്, തൊഴിലാളി നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അത്തരം ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും ഒരു വനിത ഇത് പ്രതീക്ഷിക്കേണ്ടി വരില്ല. കാരണം ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിച്ചതായിട്ടുള്ള ഒരു ചരിത്രവും അയാൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് ഞാൻ ക്ലാസ്സിൽ കുട്ടികൾ കയറണമെന്ന് നിഷ്കർഷ കാണിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അത് സഖാവാണെങ്കിലും ആരാണെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് പുറത്തോടെ നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു സ്കെയിലുമായി ക്യാമ്പസിൽ കൂടെ നടന്ന് അടിച്ചു കുട്ടികളെ, ഈ സഖാക്കളെ അടക്കം ക്ലാസ്സിൽ കയറ്റുന്ന ഒരു ടീച്ചറായിരുന്നു ഞാൻ. അതിനെന്നെ ആരും തിരിച്ചടിച്ചിട്ടില്ല. കാരണം ഞാൻ കൊടുക്കുന്ന ഒരടി ഒരമ്മയുടെ അടിയാണെന്ന്, ആ അമ്മയുടെ സ്നേഹമാണ്, നിങ്ങൾ പഠിച്ച് മിടുക്കരാവുകയാണ്, പഠിക്കാതെ നശിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന വിളിയിലാണ് ഞാൻ അവരെ അടിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കെയിൽ ഓങ്ങി നടക്കുന്നത് എന്ന് മനസ്സിലാകുമായിരുന്നു എല്ലാ അത് സഖാവാണെങ്കിലും അല്ലെങ്കിലും. ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്ന് പറയുന്നത് തന്നെ സാധാരണ ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റി കോളേജിൽ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിനറിയാം. സാധാരണ ടീച്ചേഴ്സ് ആരും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടില്ല. കാരണം പിൽക്കാലത്ത് അവർക്ക് കല്ലേറോ ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷെ ഞാനിങ്ങനെ വളരെ ശക്തമായി ഇടപെട്ടിട്ട് പോലും എനിക്കൊരു കല്ലേറോ ഒന്നും, ഒരു ചീത്ത വിളി പോലും ക്യാമ്പസിൽ നിന്ന്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ദുരനുഭവങ്ങളില്ലാത്ത എന്നോടാണ് ഈ സഖാവ് ഈ തരത്തിൽ പെരുമാറിയത്. അപ്പോൾ ആ ക്യാമ്പസിലെ സഖാക്കൾ ഈ സഖാവിനേക്കാൾ എത്രയോ നല്ലവരാണ്. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജി സുധാകരനെ പാർട്ടി എന്തിനാണ് ഇത്ര അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത്, അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചാലും ഒരുപക്ഷെ ഇവർക്ക് ആർക്കും ഇതുപോലെ അനുഭവങ്ങൾ, വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ
ആ ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു എന്നറിയണം. ഇത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിലാണ് എനിക്ക് ആളിന്നതാണ് ഇത് നമുക്ക് അകവും പുറവും കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു സംഭവമായി അത് മാറിയത് കൊണ്ടാണ് എനിക്ക് ഈ ആലപ്പുഴക്കാരനോട്, ഈ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഈ സഖാവിനോട് പുച്ഛമല്ലാതെ ഒരു ബഹുമാനവുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് ആലോചിക്കുക. വെറുതെ, അതായത് ജീവിതകാലം മുഴുവനും കോൺഗ്രസിനെ സേവിച്ച് നടന്ന ഷുക്കൂർ, എം ലിജു, ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യര് എന്ന് വെച്ചാൽ നല്ല, അവരെ പറ്റിയൊക്കെ അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അതിൽ ഉള്ളപ്പോൾ അവർക്കൊക്കെ സീറ്റ് കൊടുക്കുക, അവർക്ക് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കുകയല്ലേ ഉചിതം. ഇയാൾ ജയിച്ച് ഒരു കാരണവശാലും കോൺഗ്രസിനെ സേവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇയാളുടെ അസൽ രൂപം എന്താണ് എന്ന് പുറത്തു പറയുന്നത്.